ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തെ തന്നെ ഉപയോഗപ്പെടുത്തി വളരെ നിഗൂഢമായ ചാരപ്രവർത്തനം നടത്തി മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ, കർമ്മമണ്ഡലത്തെ തകർക്കാനുള്ള നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് യഹൂദികൾ ഏത് കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യഹൂദികൾ ദജ്ജാലിനെ പിൻപറ്റുന്ന ഒരു വിഭാഗമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. മറ്റൊരു വിഭാഗം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുകയും എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത വിഭാഗങ്ങൾ ഖാദിയാനികളെപ്പോലെ, ചേകന്നൂരികളെപ്പോലെ ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുകയും ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. പക്ഷേ ലോകരാജ്യങ്ങളും ലോക മുസ്ലിം സംഘടനകളും അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാ, ഖാദിയാനികളെപ്പോലെ, ചേകന്നൂരുകളെപ്പോലെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു എന്നാൽ കുഫ്രിയത്ത് ബാധിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം ബിദ്അത്തുകാരാണ്. ബിദ്അത്തിന്റെ ചിന്തകൾ ബാധിച്ച ബിദ്അഈ പ്രസ്ഥാനക്കാരാണ്. ദജ്ജാലിനെ പിൻപറ്റുന്ന മൂന്നാമത്തെ വിഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. 5 വഖത്ത് നിസ്കാരത്തിലും മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവല് തേടുമ്പോ യഹൂദികളുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതവിരോധികളുടെ, ബിദ്അത്തുകാരുടെ, അവരുടെ ഒക്കെ ഫിത്നയിൽ നിന്നാണ്, അവരുടെ ഒക്കെ ശർറിൽ നിന്നാണ് രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ കാവല് തേടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, 30 ദജ്ജാലുകൾ, യഥാർത്ഥത്തിലുള്ള ദജ്ജാൽ കടന്നു വരുന്നതിന് മുമ്പ് കസ്സാബീങ്ങളായ 30 ദജ്ജാലുകൾ കടന്നു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദജ്ജാലുകളുടെ ദുസ്വഭാവങ്ങളെ പരിചയപ്പെടുത്തിയപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളെ പരിചയപ്പെടുത്തുന്ന രീതിയിലല്ല. ഇസ്ലാമിനകത്ത് വന്ന് മുസ്ലിം സമുദായത്തിന്റെ ഈമാനും അവരുടെ ഇസ്ലാമും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരുദ്ധ പക്ഷത്തുള്ള സംഘടനകളും വിശ്വാസങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് ദജ്ജാലിയത്തിന്റെ അടിത്തറയായി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഖാദിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകാൻ എന്താ കാരണം? വളരെ ഗൗരവത്തോടുകൂടെ വിലയിരുത്തണം. ഏതേത് സംഘടനകൾ വന്നാലും, ഏതേത് പ്രസ്ഥാനക്കാർ വന്നാലും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരെ മുഴുവനും നമുക്ക് അംഗീകരിക്കാൻ പറയാൻ എന്തേ കാരണം? അവരെ നിസ്കരിക്കാത്തവരായതുകൊണ്ടാണോ? അല്ല, 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ് ഖാദിയാനികൾ. അത് മാത്രമല്ല, തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ് ഖാദിയാനികൾ. മതപരമായ വിഷയങ്ങളിൽ, ആരാധനയുടെ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മെക്കാൾ ഒരു പടി മുന്നിലായി. ഈ അടുത്ത് പള്ളിപ്പുറത്ത് പോയപ്പോ അവിടെ ഖാദിയാനികൾക്കൊരു പള്ളിയുണ്ട്. അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട PK ഉസ്താദുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറെ കാര്യങ്ങൾ. ആത്മീയമായ പ്രവർത്തനങ്ങളിൽ, ഇബാദത്തുകളിൽ സാധാരണക്കാരെക്കാൾ കൂടുതൽ ആവേശം കാണിക്കുന്നവരാണ് ഖാദിയാനികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് നിസ്കാരവും നോമ്പും എല്ലാമുണ്ട്, ഖുർആൻ അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ എന്തേ ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ലോകരാജ്യങ്ങളും മുസ്ലിം സംഘടനകളും പറയാൻ കാരണം? അവർ ഏറ്റവും പ്രധാനമായി ഖത്മുൻ നുബുവത്തിനെ നിഷേധിച്ചു.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് മുത്തുനബിയോടുകൂടെ പ്രവാചക പരമ്പര അവസാനിച്ചു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഖത്മുൻ നബുവത്തിനെ നിഷേധിച്ചു. അവരുടെ നേതാവ് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി, അയാൾ പ്രവാചകനാണ്, ഇമാം മഹദിയാണ്. വിരുദ്ധമായ പലതരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലിന്റെ ഖത്മുൻ നബുവത്തിനെ നിഷേധിച്ചു എന്ന മാരകമായ പാതകമാണ് ഖാദിയാനികൾക്ക് പറ്റിയ ഭീമമായ അബദ്ധങ്ങളിൽ ഒന്ന്. അള്ളാന്റെ റസൂൽ ഒരു സാധാരണക്കാരനാണ് എന്നല്ല അവർ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനല്ല, മുത്തുനബിയുടെ ഖത്മുൻ നബുവത്ത് എന്ന മനോഹരമായ ഗുണവിശേഷത്തെ നിഷേധിച്ചു എന്ന കാരണത്താൽ അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ വിജയത്തിനെ നമ്മൾ എത്രമേൽ ഭയപ്പാടോടുകൂടെ കാണണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഗുണവിശേഷണങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിതത്വങ്ങളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവർ, മുത്തുനബിയുടെ വഫാത്തിന് ശേഷം മരണത്തിന് ശേഷം മോചിതത്വങ്ങളൊക്കെ നിലനിൽക്കുകയില്ല എന്ന് വാദിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വിശ്വാസങ്ങളും ചിന്തകളും എത്ര ഗൗരവത്തോടുകൂടെയാണ് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിന്റെ വിശ്വാസം, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചാൽ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചാൽ, ആ തൗഹീദിന്റെയും റിസാലത്തിന്റെയും വിശ്വാസത്തിന് ഒരു കമാലിയത്തുണ്ട്, അതിന്റെ ഒരു പരിപൂർണതയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ. എങ്ങനെയാണ് റസൂലാവുക? ആ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ അംഗീകരിക്കുമ്പോഴാണ്, അതൊക്കെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി തീരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരുദ്ധ കക്ഷികൾ പല രൂപത്തിൽ കടന്നു വരുമ്പോ അവരുടെയൊക്കെ വിശ്വാസങ്ങളും, അവരും ഖുർആൻ ഓതുന്നവരല്ലേ, അവരും നിസ്കരിക്കുന്നവരല്ലേ, നോമ്പെടുക്കുന്നവരല്ലേ, അവരെ ഒപ്പം കൂട്ടിയാലും അവരോടൊപ്പം കൂടിയാലും അവരോടൊന്നിച്ച് നിസ്കരിച്ചാലും ഒന്നും വിരോധമില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ വളരെ മാരകമാണ്, വളരെ അബദ്ധജടിലമാണ്. നമ്മുടെ വിശ്വാസം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ വിശ്വാസത്തിന്റെ സമ്പൂർണ്ണതയില്ലാതെ അമലുകൾ, സൽക്കർമ്മങ്ങൾ എത്ര വർദ്ധിപ്പിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഖവാരിജുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടുകൂടെയാ മുന്നറിയിപ്പ് നൽകിയത്. ഖവാരിജുകൾ മുത്തുനബിയുടെ കാലഘട്ടത്തിൽ തന്നെ അവരുടെ വിശ്വാസ പ്രചരണങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നീട് ശക്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വളരെ ഗൗരവത്തോടുകൂടെ, മഹാന്മാര് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ഖവാരിജുകൾ നരകത്തിലെ നായ്ക്കളാണ്, കിലാബു അഹ്ലിൻ നാർ എന്ന് വരെയുള്ള പ്രാമാണികമായ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തേ? ആ കാലഘട്ടത്തിൽ ഖവാരിജുകൾ വേഷവിധാനത്തിലും അവരുടെ നടപ്പിലും ഇരിപ്പിലും സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, നിസ്കാരങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും പൊതുവായ മുസ്ലിം സമുദായത്തെക്കാൾ വളരെ ഉയർന്ന നിലയിൽ വളരെ മുന്നിലായിരുന്നു. ഖുർആൻ എന്ന കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ, ദിക്ർ ചൊല്ലുന്ന കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ. അപ്പോ കുറെ നിസ്കാരവും ഇബാദത്തും ഉണ്ടാവുക എന്നതല്ല, അതിനപ്പുറം വിശ്വാസം അത് വളരെ ശക്തമാകണം. തബ്ലീഗ് ജമാഅത്തിനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായി എതിർക്കാനും വിമർശിക്കാനും എന്തേ കാരണം? വേഷവിധാനം കൊണ്ട്, അവരുടെ നടപ്പുകൊണ്ട്, അവരുടെ രീതികളെ കൊണ്ട്, നിസ്കാരം കൊണ്ട്, മറ്റുള്ള കർമ്മങ്ങളെ കൊണ്ട് അവർ വളരെ ആവേശത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴും അവരുടെ വിശ്വാസത്തിന് പറ്റിയ അബദ്ധജടിലമായ അപകടകരമായ വിശ്വാസത്തിന്റെ തകർച്ചയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരെ എതിർക്കാനുണ്ടായ ശക്തമായ കാരണം. വ്യാജ തരീഖത്തുകളെ, കള്ളത്തരീഖത്തുകളെ സമസ്ത എതിർക്കാൻ എന്റെ കാരണം, അതിലൂടെയൊക്കെ എത്തിച്ചേരുന്ന അപകടകരമായ പ്രവണതകളുണ്ട്. ഇന്ന് ചില വിഭാഗം തരീഖത്തുകൾ അവർ പറയുന്നത് അവരെ അല്ലെങ്കിൽ അവരുടെ ശൈഖിനെ ബൈഅത്ത് ചെയ്താൽ മാത്രമേ മുഅ്മിനാവൂ എന്നാണ്.
മുഅ്മിനാവണമെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം മാത്രമേ ആകൂ എന്ന് ആത്മീയമായി ആഗ്രഹിക്കുന്ന, ആത്മീയമായി താൽപര്യമുള്ള, ആത്മീയതയുടെ മധുരം നുകരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും അറിഞ്ഞും അറിയാതെയും അങ്ങനെയുള്ള കെണിവലകളിൽ പെട്ടുപോകുന്നു. ഈമാൻ എന്നതിന്റെ മൊത്തക്കുത്തക ഏറ്റെടുക്കുന്നവർ, ചിരിപ്പിച്ച് മരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ, ഞങ്ങളുടെ ശൈഖിനെ ബൈഅത്ത് ചെയ്താൽ മാത്രമേ ചിരിച്ചു മരിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നവർ, എന്തൊക്കെ അബദ്ധജടിലമായ വിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആഖിബത്ത് മോശമാകുമെന്ന് പറയുന്നവർ, സമസ്തയുടെ കഴിഞ്ഞുപോയ ഉലമാക്കളൊക്കെ പഴച്ചുപോയവരാണെന്ന് പറയുന്നവർ, ദാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് ചാരനാണ്, ജൂതചാരനാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കഴിഞ്ഞുപോയ പൂർവസൂരികൾ, ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ പല തരീഖത്തുകളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യാജമാണ് എന്ന് പ്രഖ്യാപിച്ചു. മിക്കവാറും ഈ അടുത്ത് നമ്മുടെ നാടുകളിൽ കാണുന്ന പല കള്ളത്തരീഖത്തുകളെയും തെറ്റായി പ്രഖ്യാപിച്ചത് ശംസുൽ ഉലമയാണൊന്ന്. ശംസുൽ ഉലമയ്ക്ക് ശേഷം വന്ന മഹാന്മാരായ പല പണ്ഡിതന്മാർ, അവരെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ, ഈ തരീഖത്തുകാരെ എതിർത്തവർ എന്ന അർത്ഥത്തിലെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ, പാങ്ങുകാരനെ പോലെ, കഴിഞ്ഞുപോയ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തങ്ങളെപ്പോലെ ആ പൂർവസൂരികളെയൊക്കെ കടന്ന് ആക്ഷേപിക്കുന്നവർ, ചെറിയ ആക്ഷേപങ്ങളല്ല പറയുന്നത്, ആ മഹാന്മാരുടെ ഒക്കെ ആഖിബത്ത് മോശമായിരുന്നു എന്ന് പറയുന്നവർ, അവർ ജൂതന്മാരുടെ, ബ്രിട്ടീഷുകാരുടെ ചാരന്മാരാണെന്ന് പറയുന്നവർ, അധികാര കൊതിയന്മാരും സാമ്പത്തിക തട്ടിപ്പുകാരുമെന്ന് നിഷ്കളങ്കരായ മഹാന്മാരായ മുത്തഖീങ്ങളായ ആലിമീങ്ങളെ ആക്ഷേപിക്കുന്നവർ, അവരാണ് ഈമാനിന്റെ മൊത്തക്കുത്തക ഏറ്റെടുത്ത് അവകാശപ്പെടുന്നത്. എത്രയോ മഹാന്മാരായ ആളുകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ വളരെ മനോഹരമായി റാഹത്തായി മരണപ്പെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ, സമസ്തയുടെ ഖാദിമീങ്ങൾ, സമസ്തയുടെ പ്രവർത്തകരെ എത്രയോ നമുക്കറിയാം. എത്രയെത്ര സംഭവങ്ങൾ ഈ കഴിഞ്ഞ പുണ്യമായ അറഫ ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ജലീൽ ഫൈലി പുല്ലങ്കോട് അദ്ദേഹം മരണപ്പെട്ടത്. സമസ്തയുടെ മുഷാവറ മെമ്പറായിട്ടില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സംഘാടകനായി, സമസ്തയുടെ ഒരു ഖാദിമായി നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ, കുടുംബത്തിലും കുടുംബങ്ങളിലും അഫ്കാറിലുമൊക്കെ ലേഖനങ്ങൾ എഴുതി ഇസ്ലാമിക അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്തയുടെ ആദർശ പ്രചാരകരായി ഒരു സമസ്തയുടെ ഖാദിമായി പ്രവർത്തിച്ച അദ്ദേഹം വളരെ മനോഹരമായി ആ പുണ്യമായ അറഫയുടെ നാളിൽ ജനലക്ഷങ്ങൾ അറഫയിൽ ഒരുമിച്ചുകൂടി ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട സമയത്ത്, നല്ല നല്ല ദിവസങ്ങളിൽ, നല്ല മാസങ്ങളിൽ, നല്ല സമയങ്ങളിൽ മനോഹരമായി പുഞ്ചിരിയോടുകൂടെ മരണപ്പെട്ടവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരണപ്പെട്ടവർ, വുളൂഓടുകൂടെ മരണപ്പെട്ടവർ, സുജൂദിൽ കിടന്ന് മരണപ്പെട്ടവർ, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസകൾ, പുഞ്ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങൾ പിന്നെ ചിരിപ്പിച്ച് മരിപ്പിക്കുന്നത് ഒരു സംഘടനയുടെ, ഒരു തരീഖത്തിന്റെ കുത്തകയായി കൊണ്ടു നടക്കുന്നവർ, മറ്റുള്ളവരെ ചിരിപ്പിച്ച് മരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ശൈഖ്, അയാൾ മരിച്ചിട്ടില്ലല്ലോ, അയാൾ മരണത്തിന്റെ രുചി അനുഭവിച്ചിട്ടില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖാണ് പറയുന്നത് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ച് മരിപ്പിക്കാമെന്ന് സ്വയം വാഗ്ദാനം ചെയ്യുന്ന സ്വന്തം ആഖിബത്ത് എങ്ങനെയാവണം? മശായിഖന്മാർ അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? തൗഹീദും ഈമാനും ചിരിപ്പിച്ചുള്ള മരണവും അതൊക്കെ സ്വന്തം കുത്തകയാക്കി കൊണ്ടു നടക്കുന്ന കള്ളത്തരീഖത്തുമാർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആർക്കും പ്രവർത്തിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. പക്ഷേ അത് നിഷ്കളങ്കരായ സ്വാലിഹീങ്ങളെ, മുത്തഖീങ്ങളെ, മഹാന്മാരെ അവരെ വ്രണപ്പെടുത്തിക്കൊണ്ടാവരുത്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാവരുത്. നമുക്കറിയാം, ജീവിതം കൊണ്ട്, നേർക്കുനേരെയുള്ള അനുഭവം കൊണ്ട് വളരെ മുഖ്ലിസീങ്ങളായ ദുആക്കുത്തരം കിട്ടുന്ന, ദുനിയാവ് ഒട്ടും ആഗ്രഹിക്കാത്ത നായകന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്നത്.
ബഹുമാനപ്പെട്ട ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിനെ പോലെ, ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ആത്മീയമായ ഒരുപാട് മശായിഖന്മാരുമായി ബന്ധമുള്ള തരീഖത്തുകളുള്ള മഹാന്മാരുടെ വളരെ വിശുദ്ധമായ സിൽസിലകളിലൂടെ തരീഖത്തുകളും അതിന്റെ അമലുകളും കൊണ്ടു നടക്കുന്ന, എന്നാൽ തരീഖത്തുകളുണ്ട് എന്ന് പ്രചാരണം നടത്താത്ത, അത് ഒരാത്മീയ ചൂഷണമാക്കി മാറ്റാത്ത മുത്തഖീങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ നമുക്ക് നേതൃത്വം നൽകുന്നത്. സമസ്തയോടൊപ്പം നിൽക്കുന്ന മുഖ്ലിസീങ്ങൾ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട പറപ്പൂർ ഉസ്താദിനെ പോലെ വളരെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആത്മീയ നായകന്മാർ, അവരൊക്കെ നമ്മോടൊപ്പം നിൽക്കുന്ന ഈ വിശുദ്ധമായ സംഘടന ആത്മീയമായ ഒരു തട്ടിപ്പ് നടത്താത്ത, സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആത്മീയ വഴികളെ ഉപയോഗപ്പെടുത്താത്ത ആ മുഖ്ലിസീങ്ങൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത നമുക്ക് എത്രയോ അനുഭവങ്ങളുള്ള ആ മഹാന്മാർ, അവരെ വേദനിപ്പിച്ചാൽ, അവരെ സങ്കടപ്പെടുത്തിയാൽ അതിന്റെ ദുരനുഭവം ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90ാം വാർഷിക മഹാസമ്മേളനം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായമുള്ളത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സമസ്തയുടെ വാർഷികം നടന്നു, 85ാം വാർഷികം നടന്നു, SYSന്റെ സംസ്ഥാന സമ്മേളനം 60ാം വാർഷികം നടന്നു, SKSSFന്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി നടന്നു. കേരളത്തിലെ മുസ്ലിം സമുദായം എത്ര വളരെ ആവേശത്തോടുകൂടെയാണ് സമസ്തയുടെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തത്. ചെറുചെറുക്കുള്ള യുവാക്കൾ, ചെറുപ്പക്കാര്, നാട്ടുകാര്, മഹല്ലുകള്, പൗരപ്രമാണിമാര് എല്ലാവരും കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സമ്മേളനം നടത്തിയാൽ അത് ഉൾക്കൊള്ളാൻ ഒരു സ്ഥലമില്ല എന്ന ആശങ്കയിലാണ് ഇന്നും സംസ്ഥാന നായകന്മാർ. സമ്മേളനം നേരത്തെ പ്രഖ്യാപിച്ചു, 90ാം വാർഷികം നേരത്തെ പ്രഖ്യാപിച്ചു. പക്ഷേ അത് നടത്താനുള്ള സ്ഥലം പ്രഖ്യാപിക്കാൻ കഴിയാതെ വിശാലമായ ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശക്തമായ പരിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ. അള്ളാഹു നമ്മുടെ നേതാക്കൾക്ക് വിശാലമായ സൗകര്യമുള്ള ആ സ്ഥലം കണ്ടെത്താനും സമസ്തയുടെ 90ാം വാർഷിക മഹാസമ്മേളനം ഒരു ഐതിഹാസിക സംഭവമാക്കി മാറ്റാനും അതിൽ പങ്കെടുക്കാനും നമുക്കൊക്കെ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത അത് മുസ്ലിം സമുദായം ഏറ്റെടുത്ത ഒരു സംഘടനയാണ്. ഇപ്പോ സമസ്ത പ്രഖ്യാപിച്ച ക്യാമ്പയിൻ ദഅവത്തുൽ കൈത്താങ് എന്ന പേരിൽ സമസ്ത സാധാരണ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചാൽ ആ സമ്മേളനത്തിന്റെ മുന്നോടിയായി അങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കാറില്ല. അൽഹംദുലില്ലാഹ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി വളരെ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളോടെ, അത് പ്രധാനമായി ജീവകാരുണ്യ പ്രവർത്തനം, പാവപ്പെട്ട മുഅല്ലിമീങ്ങളുടെ, രോഗികളുടെ, കഷ്ടപ്പെടുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ അവർക്ക് റിലീഫ് പ്രവർത്തനങ്ങൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സമസ്ത, കോടിക്കണക്കിന് രൂപയാണ് റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി ഓരോ കൊല്ലവും സമസ്ത ചെലവഴിക്കുന്നത്. അത് സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ടല്ല നടത്താറുള്ളത്. അൽഹംദുലില്ലാഹ് ആ ലക്ഷ്യം അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം, കൂടുതൽ നാട്ടുകാരിലേക്ക്, മുഅല്ലിമീങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക് അത് എത്തിക്കണം. അപ്രകാരം തന്നെ സമസ്തയുടെ പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മറ്റുള്ള സ്റ്റേറ്റുകളിൽ, കർണാടകയിൽ, തമിഴ്നാടിൽ, അതേപോലെ വെസ്റ്റ് ബംഗാളിൽ, ആസാമിൽ, ഒറീസയിൽ, മഹാരാഷ്ട്രയിൽ, മറ്റു പല സ്റ്റേറ്റുകളിലും സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളുമൊക്കെ സമസ്ത ഉണ്ടാക്കി തുടങ്ങി. അത് കൂടുതൽ വ്യാപിപ്പിക്കുക എന്നത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ മറ്റൊന്നാണ്. മഹല്ലുകളുടെ ശാക്തീകരണം, ഇസ്ലാമിക ദഅവത്ത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാസ്ഥാനിക പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 5 ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദഅവത്തുൽ കൈത്താങ് എന്ന പ്രമേയത്തിൽ സമസ്ത ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ മഹല്ലുകൾ, മദ്രസകൾ, പൊതുജനങ്ങൾ, സംഘടനാ പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടെ അത് ഏറ്റെടുത്തു. ചില ആളുകൾ അതിനെതിരെ വളരെ മോശമായ ദുഷ്പ്രചാരണം നടത്തി. പക്ഷേ ആ ദുഷ്പ്രചാരണം നടത്തിയതുകൊണ്ട് വളരെ കൂടുതൽ സംഘടന സമസ്ത പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആ ക്യാമ്പയിൻ വിജയിച്ചു എന്നാണ് സംസ്ഥാന നേതാക്കൾക്ക് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങൾ എതിർക്കണം, ഓരോ നന്മകളെ നിങ്ങൾ എതിർക്കണം.
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശുദ്ധമായ ഒരു ലക്ഷ്യത്തോടുകൂടെ, വളരെ ആത്മാർത്ഥമായ ഒരു ലക്ഷ്യത്തോടുകൂടെ, ഇത് സമസ്തയുടെ നേതാക്കൾക്ക് സമ്പന്നരാകാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിൻ ആയിരുന്നില്ലല്ലോ. ഇന്നേ വരെ അതുണ്ടായിട്ടില്ലല്ലോ. സമസ്തയുടെ നേതാക്കളാരും സമസ്തക്ക് വേണ്ടിയുള്ള ഫണ്ട് കൊണ്ട് അവർക്ക് വീട് പണിയാനോ അവർക്ക് മറ്റുള്ള സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സമസ്തയുടെ നേതാവ്, സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ ജില്ലക്കാരനാണ്, നമുക്ക് അഭിമാനിക്കാം. ഉസ്താദിനെ കാണാൻ, ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആരാണ് സമസ്തയുടെ നേതാവ് എന്ന് ബോധ്യപ്പെടും. ഉസ്താദിന്റെ ഒരു പഴയ വീട്, ആ വീട് മുഴുവനും എല്ലാ ഭാഗവും മുഴുവനായി ചെത്തിപ്പേറ്റിട്ട് പോലുമില്ല. ഗസ്റ്റുകൾ കടന്നു വന്നാൽ, അതിഥികൾ കടന്നു വന്നാൽ അവിടെ ഇരിക്കാനുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സോഫാ സെറ്റുകളോ കുഷനുകളോ ഒന്നും അവിടെയില്ല. സാധാരണയുടെ മരപ്പടികളിൽ ആ പഴയ വീട്ടിൽ തല താഴ്ത്തിയിട്ട് പ്രവേശിച്ചുകൊണ്ട് വളരെ വളരെ നിഷ്കളങ്കനായി ദുനിയാവ് ആഗ്രഹിക്കാതെ ജീവിക്കുന്ന ഒരു മഹാമനീഷി ഈ അടുത്ത് അതിശക്തമായ മഴയുള്ള ഒരു സമയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് കാണാൻ ചെന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത്, മഴവെള്ളം വീഴുന്നത്, അങ്ങനെയുള്ള ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് ജീവിക്കുന്നത്. ഉസ്താദിന് വേണ്ടി സ്വയം പണി കഴിപ്പിച്ചു വെച്ച ഒരു ഖബറ്, എനിക്കുള്ള ഖബറ് എന്ന തീരുമാനത്തിൽ പണി കഴിപ്പിച്ച ഖബറ്, ആ ഖബറിടം ഒരുക്കി വെച്ച് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ കഴിഞ്ഞുപോയ പല മഹാന്മാരും സ്വന്തം ഖബറ് നേരത്തെ തയ്യാറാക്കി കാത്തുവച്ചിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൽ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് തനിക്ക് വേണ്ടി ഖബർ ഒരുക്കി വെച്ച് ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പോകുമ്പോ ആ ഖബറിലേക്കൊന്ന് നോക്കി എന്റെ യാത്ര പൂർത്തിയാക്കേണ്ടത് ഇവിടെയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് പോകുന്ന, ദുആക്കുത്തരം കിട്ടുന്ന ശൈഖുന ചാപ്പനങ്ങാടി മഹാനവറുകളുടെ നവ്വറല്ലാഹു മർക്കദ, അവരുടെ തരീഖത്തും അവരുടെ സിൽസിലയും സ്വീകരിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ വളരെ ചുരുങ്ങിയവരിൽ അവരിൽ നിന്ന് തരീഖത്ത് സ്വീകരിച്ച ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, ആ പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് അവർക്ക് വീടുണ്ടാക്കാനോ അവരുടെ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗപ്പെടുത്താനോ അല്ല സമസ്ത ഫണ്ടുണ്ടാക്കിയത്. അൽഹംദുലില്ലാഹ്, അത് ചില ആളുകൾ കള്ളത്തരത്തിൽ എതിർത്തു. എത്രത്തോളം കോടതിയിൽ വരെ കേസ് കൊടുത്ത് തൃശൂർ ജില്ലക്കാരനായ ഒരാൾ, നേർക്ക് നേരെ ചെയ്യുന്ന പണിയില്ലല്ലോ, എന്നും അങ്ങനെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ, സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെതിരെ അന്ന് കേസ് കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. തന്റെ അനുയായികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കും തുടരും. തൃശൂർ ജില്ലക്കാരനായ ഒരാൾ കേസ് കൊടുപ്പിച്ചു. കോടതി അത് നിഷ്കരുണമാ കേസ് തള്ളിക്കളഞ്ഞു. നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ്. നിഷ്കരുണം കേസ് തള്ളിക്കളഞ്ഞു. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തട്ടിപ്പ് നടത്തുന്ന സംഘടനയാണ് എന്ന് ഈ കേരളത്തിലെ ചെറിയ ഒരു കോടതി മുതൽ ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ ഏത് കോടതിയിൽ പോയാലും സമസ്തയെക്കുറിച്ച് ഏത് ജഡ്ജിമാർക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് വരെ കൃത്യമായ ബോധ്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിഷ്കളങ്കതയുടെ ഒരു പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയൂല. ഏതെങ്കിലും ബിസിനസ്സുകളും കച്ചവടങ്ങളും നടത്തുന്ന ഒരു സംഘടനയെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് പോലെയല്ല. ഇവരവരെ പോലെയാണ് എല്ലാവരും എന്ന് കരുതി അവിടെയാണ് അപകടം. എന്നെപ്പോലെയാണ് എല്ലാവരും എന്ന് കരുതിയാൽ അവിടെയാണ് അപകടം. നിങ്ങളുടെ സംഘടനയെപ്പോലെ സാമ്പത്തികമായ തട്ടിപ്പ് നടത്തുന്ന അതേപോലെ ഒരു സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാരണം അവരുടെ സ്വഭാവം അവർക്കറിയാം. യത്തീമക്കളുടെ പേരിൽ പണം പിരിച്ച് അത് കേസ് നടത്താൻ വേണ്ടി ചെലവഴിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നേ വരെ സ്വന്തം പണം സമസ്തയായിട്ടൊരു കേസ് കൊടുത്ത് പണം ചെലവഴിച്ചിട്ടില്ലല്ലോ. പല ആളുകളും ചോദിക്കാറുണ്ട്, സമസ്തയുടെ പേര് ചില ആളുകൾ ഉപയോഗപ്പെടുത്തുമ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് ഉപയോഗപ്പെടുത്തുമ്പോ, സമസ്തയുടെ പതാക ഉപയോഗപ്പെടുത്തുമ്പോ നിങ്ങളാണ് യഥാർത്ഥ സമസ്തയെങ്കിൽ എന്തേ നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് മറ്റുള്ളവരെ ആ പേര് ഉപയോഗപ്പെടുത്താതിരിക്കാനുള്ള വഴികൾ സ്വീകരിച്ചുകൂടെ എന്ന് ശംസുൽ ഉലമയുടെ കാലം മുതൽ ഇന്ന് വരെ ചോദ്യമുള്ള ഒരു ചോദ്യമാണത്. പക്ഷേ അന്നൊക്കെ സമസ്തയുടെ ഉലമാക്കൾ മറുപടി പറയാറുള്ളത്, സമസ്തയായിട്ട് ഇന്നേ ഒരു കേസ് കൊടുത്തിട്ടില്ല.
പക്ഷേ സമസ്ത നൂറുകണക്കിന് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമസ്തക്കെതിരെ കൊടുത്ത കേസുകൾ അത് കേരളത്തിലെ ചെറിയ കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ ഇന്നും നിലനിൽക്കുന്ന കേസുകളുണ്ട്. സമസ്തക്കെതിരെ കൊടുത്ത കേസുകളെ അത് സമസ്ത ഇടപെടേണ്ടി വരും. സമസ്ത പ്രതിയാകുമ്പോ സമസ്തക്ക് ആ കേസ് കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ലാതെ സമസ്തയുടെ ഫണ്ട്, പാവപ്പെട്ട മൗലവീങ്ങൾക്കുള്ള ഫണ്ട്, അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട്, അത് കേസ് നടത്താൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോലും പലപ്പോഴും നേതാക്കളോട് എന്തേ അവർക്കെതിരെ ഒരു കേസ് കൊടുത്താൽ ഈ പേര് ഉപയോഗപ്പെടുത്താതിരിക്കാൻ എന്ന് പറയുമ്പോൾ ഉസ്താദുമാര് പറയാറുള്ളത്. സമസ്തയുടെ ഫണ്ട് അത് കേസ് നടത്താൻ ഉപയോഗപ്പെടുത്താറില്ല. യത്തീമുകളുടെ പേരിൽ പണം പിരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള വഴികളിൽ പണം പിരിച്ച് അത് കേസ് നടത്താനും സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട മാർഗത്തിൽ ചെലവഴിക്കുന്ന പാരമ്പര്യമുള്ളതുകൊണ്ട് അവരെ പോലെയാണ് സമത്വമെന്ന് വിചാരിച്ചാണ് അവർ കേസ് കൊടുത്തു. പക്ഷെ കോടതി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു. സമസ്ത നടത്തുന്ന പിരിവ് അതെന്തിനാണെന്ന് ശ്രദ്ധിച്ചു. എല്ലാ പള്ളികളിലും മദ്രസകളിലും അത് കൂടുതൽ വിജയിച്ചു. ഇപ്പോഴും ആളുകൾ നമ്മുടെ നേതാക്കളെ, നമ്മുടെ മൗലവീങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചുകൊണ്ടിരിക്കുകയാ. അത് കൂടുതൽ കൊടുക്കാൻ, കൊടുത്തവർ തന്നെ പിന്നെയും കൊടുക്കാനും ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ ക്യാമ്പയിൻ വളരെ വിജയിച്ചു. ഇനിയും ഈ കൊല്ലം മാത്രമല്ല, 5 കൊല്ലത്തേക്കാണ് 100 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി, ഇതര സ്റ്റേറ്റുകളിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ശക്തമായ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോ വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ആസാമിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, യുപിയിൽ നിന്ന് 20 ലക്ഷത്തിലധികം വരുന്ന കൂലിത്തൊഴിലാളികൾ ഈ കേരളക്കരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ. നല്ലൊരു ശതമാനം മുസ്ലിം സമുദായം ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ എന്താണെന്നറിയാത്ത, നിസ്കരിക്കാൻ അറിയാത്ത, കാരണം അവരുടെ നാടുകളിൽ പള്ളികളും മദ്രസകളൊന്നുമില്ല. അതൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സമസ്തയുടെ പ്രവർത്തനം അത് വ്യാപകമാക്കാൻ, SYSന്റെ പ്രവർത്തനം അത് വ്യാപകമാക്കാൻ അൽഹംദുലില്ലാഹ് ദേശീയ തലത്തിൽ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂൺ മാസത്തിലെ ആദ്യവാരത്തില് ബാംഗ്ലൂരിൽ വെച്ച് SYSന്റെ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. സമസ്ത അതിന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. അതിനോടൊപ്പം വളരെ ആവേശത്തോടുകൂടെ കേരളത്തിലെ മുസ്ലിം സമുദായമുണ്ട് എന്നത് നമുക്കൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ ഏറ്റെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്ത എവിടെ സമ്മേളനം വിളിച്ചാലും, പ്രാദേശികമായ യോഗങ്ങൾ വിളിച്ചാലും ഒക്കെ ഇതേപോലെ വളരെ വമ്പിച്ച ജനകീയമായ പിന്തുണ കൊണ്ട് അതൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ ഒരു ഒത്തൊരുമ, ഈ ഒരു ഐക്യം മഹല്ലുകൾ, മദ്രസകൾ, പണ്ഡിതന്മാർ, നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, ഖാലിമാർ, സാദാത്തുക്കൾ, മഹാന്മാർ അവരോടൊപ്പം നിന്നുകൊണ്ട് എന്തിനാണ് ഈ അതിശക്തമായ കൂട്ടായ്മയിൽ നമ്മൾ മാറിപ്പോകുന്നത്? എന്തിനാ മാറിപ്പോകുന്നത്? ലോക മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്തേ പലയിടത്തും ഇങ്ങനെ ആട്ടിയകറ്റപ്പെടുന്നത്? നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു, സോഷ്യൽ മീഡിയകളിലൂടെ മനസ്സിലാക്കുന്നു. കഥകൾ, വേദനിപ്പിക്കുന്ന രംഗങ്ങൾ. മ്യാൻമറിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട് എത്ര ആയിരങ്ങളാണ് നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെന്ന് അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും കണക്കില്ല. ഒരു രാജ്യത്ത് നിന്ന് അങ്ങനെ കൂട്ടത്തോടുകൂടെ ആട്ടിയകറ്റപ്പെടുമ്പോ എന്ത് അവർക്ക് കുറവുണ്ടായത്? ബുദ്ധ തീവ്രവാദികൾ മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കുത്തുനിറച്ച്, ബോട്ടുകളിൽ കുത്തുനിറച്ച് അവരഭയാർത്ഥികളായി എല്ലാ രാജ്യക്കാരും മടക്കിവിട്ട് എത്രത്തോളം ചില രാജ്യങ്ങൾ അവരുടെ ആ ബോട്ടുകൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. എത്രയോ ആളുകൾ പട്ടിണി കിടന്ന് ദിവസങ്ങൾ, മാസങ്ങളായി കൂടെയുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ തീർന്ന് നടുക്കടൽ ബോട്ടിൽ വെച്ച് മരണപ്പെട്ട് ആ മയ്യത്തോൾ കടലിലേക്ക് വലിച്ചെറിയുന്നു. എത്രയോ കുഞ്ഞുമക്കളൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ചില രാജ്യങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്ന വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യാനേ കഴിയൂ. സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. പക്ഷേ എന്നാലും നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ.
ഞാൻ പറയുന്നത് മ്യാൻമറിലെ വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്ക് ഒരു ഇസ്സത്തുള്ള ഒരു നേതൃത്വമുണ്ടായിരുന്നുവെങ്കിൽ, അവരെ മതപരമായ മതവിദ്യാഭ്യാസം കൊണ്ട്, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട്, സാമ്പത്തിക രംഗത്ത് എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകാൻ ഒരു ഇസ്സത്തുള്ള നേതൃത്വം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതികേട് അവർക്കുണ്ടാകുമായിരുന്നില്ല. അത് എവിടെയും ലോകരാജ്യങ്ങളിൽ എവിടെയും ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഈ ഗതികേടിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ആ കാരണം നല്ലൊരു നേതൃത്വം, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സമസ്തയെ പോലെയുള്ള ഒരു നേതൃത്വം, സമസ്തയുടെ വില അത് മനസ്സിലാവുക, അത് ഇല്ലാതായാലാണ്, അത് ഇല്ലാതാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഘടനകൾ, ഇങ്ങനെയുള്ള ബിദ്അത്തുകാർ, അങ്ങനെയുള്ള അപകടകരമായ പ്രസ്ഥാനങ്ങൾ ഛിന്ന ഭിന്നമാക്കാൻ, മുസ്ലിം സമുദായത്തെ അവരെ തകർക്കാൻ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ സാദാത്തുക്കളുടെ, പ്രത്യേകിച്ച് പാണക്കാട്ട് കുടുംബത്തിന്റെ നിഷ്കളങ്കരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് മദ്രസകൾ, മഹല്ലുകൾ മുസ്ലിം സമുദായം ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തകർക്കാൻ അറിയാതെ പല ആളുകളും അതിലൊക്കെ കുടുങ്ങിപ്പോകുന്നു. അനൈക്യം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. മഹല്ലുകൾ ഛിന്ന ഭിന്നമാകരുത്, മദ്രസകൾ ഛിന്ന ഭിന്നമാകരുത്, നമുക്ക് ഭിന്നത ഒരിക്കലും ഉണ്ടായിക്കൂടാ. അങ്ങനെയുള്ള ഭിന്നതയുണ്ടാക്കുന്നവരെ കരുതിയിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇപ്പോ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന നല്ലൊരു ശതമാനം മഹല്ലുകളിലെ ഖാളി. ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്തയുടെ നായകന്മാർ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, കോഴിക്കോട്ടെ ഖാളിമാര്, ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ തങ്ങൾ, അതേപോലെ സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബുദ്ദീൻ തങ്ങൾ, ഇവരെ പോലെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഖാളിമാർ അവരൊരു തീരുമാനം പറഞ്ഞാൽ മാസമുറപ്പിച്ചു, ഷാബാനിന്റെ മാസം ഉറപ്പിച്ചു, ഇനി റമദാനിന്റെ മാസം ഉറപ്പിക്കുമ്പോ, പെരുന്നാളിന്റെ മാസം പറയുമ്പോ എല്ലാവരും ഒത്തുനോക്കുന്നത് പത്രമാധ്യമങ്ങൾ, ചാനലുകാര്, അതേപോലെ പൊതുസമൂഹം എല്ലാവരും പാണക്കാട്ട് തങ്ങൾ പ്രഖ്യാപിച്ചോ, സമസ്ത പ്രഖ്യാപിച്ചോ, കോഴിക്കോട്ടെ ഖാളിമാര് പ്രഖ്യാപിച്ചോ, അത് പ്രഖ്യാപിച്ചോ എന്നറിഞ്ഞിട്ടാണ് ഇന്ന് ബിദ്അത്തുകാര് പോലും പ്രഖ്യാപിക്കുന്നത് എന്നത് അൽഹംദുലില്ലാഹ് ഒരു നല്ല കാര്യം. ബിദ്അഈ സംഘടനകൾ പോലും, വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും, ഞങ്ങൾക്കറിയാം, കോഴിക്കോട്ടെ ഓഫീസിലേക്ക്, ചേളാരിയിലെ ഓഫീസിലേക്ക് അവർ പോലും വിളിച്ചന്വേഷിച്ചിട്ടാണ് ആ പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് മാസമുറപ്പിക്കാറുള്ളത്. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതൃത്വമുണ്ട്, ഖാളിമാരുടെ നേതൃത്വം, അപ്രകാരം തന്നെ ഉസ്താദുമാരുടെ നേതൃത്വം, മഹല്ലുകളുടെ നേതൃത്വം, ഭദ്രത, കൂട്ടായ്മ, അതിനെ തകർക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ മനസ്സിൽ പോലും വിഭജനത്തിന്റെ, വിഘടനത്തിന്റെ, എതിർപ്പിന്റെ അതിശക്തമായ അകൽച്ചയുടെ അതിർവരമ്പുകൾ ഉണ്ടാക്കുന്നവർ, മദ്രസകൾക്ക് അടച്ചുമരുവെക്കുന്നവർ, മദ്രസകൾ വെട്ടിപ്പിടിക്കാൻ കടന്നുവരുന്നവർ, ഉള്ള മദ്രസ ചില സ്ഥലങ്ങളിലൊക്കെ പോയ എത്ര വലിയ അപകടമാ. മദ്രസ പകുതി അടച്ചുമരു, പകുതി ഇപ്പുറത്ത്, പകുതി അപ്പുറത്ത്, 2 നിലയുള്ള മദ്രസയുടെ മുകളിൽ ഒരു വിഭാഗത്തിന്, ചോട്ടിൽ മറ്റൊരു വിഭാഗത്തിന്, പള്ളികൾ രണ്ടാക്കി നല്ല മനോഹരമായ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോയി. എന്തിനാണിത്? എന്തിന്റെ പേരിൽ? അറബികൾ പണം തരുന്നു എന്ന കാരണം പറഞ്ഞോ? ഞങ്ങൾ കുറെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാനോ? ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നീട് വിശദീകരിക്കാനിരിക്കുകയാ, ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. അറബികൾ പണം തരും, ശരിയാണ്. പക്ഷേ ആ അറബി പണം കൊണ്ട് മഹല്ലുകളെ ഛിന്ന ഭിന്നമാക്കുന്ന തരത്തില്, ആവശ്യമില്ലാത്തിടത്ത് അനാവശ്യമായി ജുമാഅത്ത് പള്ളികൾ ഉള്ളിടത്ത് പിന്നെയും ജുമ ഉണ്ടാക്കാനും, മദ്രസകൾ ഉള്ളിടത്ത് പിന്നെയും മദ്രസ ഉണ്ടാക്കാനും, യതീംഖാനകളും അറബി കോളേജുകളും ഉള്ളിടത്ത് പിന്നെയും ഉണ്ടാക്കാനും, അതൊക്കെ സാമ്പത്തികമായ തട്ടിപ്പുകൾക്കുള്ള വഴിയാക്കാനും എന്തിനായത്? എന്തിനായി അപകടകരമായ പ്രവണത? ഇല്ലാത്തിടത്ത് പോയി പള്ളി ഉണ്ടാക്കിക്കൂടെ? പശ്ചിമ ബംഗാളിൽ എത്രയോ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അറബികളുമായി കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കരുത്. എന്നിട്ട് പല ഗതികേടും ഞങ്ങൾക്കറിയാം. പലയിടത്തും ജുമാ നടത്താൻ വേണ്ടി ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക, ജനകീയ സപ്പോർട്ടില്ലല്ലോ, 40 ആള് വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ നാട്ടുകാരായ ആ മസാല പോലും മറന്നുകൊണ്ട്. ഇത് ബിദ്അത്തുകാരുടെ ഗതികേടല്ല പറയുന്നത്. അവരൊക്കെ ആ നിയമം വേണമെന്ന് ശഠിക്കുന്നവരുമല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകള് നാട്ടുകാരായ ആളുകളെ ജുമുഅക്ക് കിട്ടാതെ അതിന് മറ്റുള്ളവരെ വലവീശി പിടിക്കാനും വേണ്ടി ശ്രമം നടത്തുന്നത്. എന്തിനായി ഗതികേട്?
പഴയ നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹല്ലുകൾ, മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷ പിന്തുണയുള്ള മഹല്ലുകൾ, ആ മഹല്ലുകൾക്കൊപ്പം നിന്ന് അവിടുത്തെ ജുമകളിൽ പങ്കെടുത്ത് നമ്മുടെ കൂട്ടായ്മയോടൊപ്പം പങ്കെടുത്ത് ജുമ കാണുന്നിടത്തൊക്കെ ജുമക്ക് പോകുക എന്ന രീതി ഉണ്ടാവരുത്. നമ്മുടെ ഒരു മസലയും ജുമക്കൊക്കെ ചില നിയമങ്ങളുമുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ നടന്നു പോകുന്ന മഹല്ലുകളോടൊപ്പം നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ നായകന്മാർക്കൊപ്പം നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പ്രതീക്ഷിക്കുന്ന, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശദമായി പറയാൻ നമ്മുടെ നേതാക്കൾ ഇനി വരാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ചില ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, മുത്തനബിയുടെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണ്, അല്ലെങ്കിൽ മുത്തനബിയുടെ വലിയ മുഹിബ്ബീങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, സ്വലാത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ, അവരാണ് ഇന്ന് അപകടകരമായി ബിദ്അത്തുകാരെക്കാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനിരിക്കുകയാ. ഒരു വ്യാജ മുടി കൊണ്ടുവന്ന് ആ മുടിക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ മുടി നീട്ടി വളർത്തിയ ആളായിരുന്നു മുത്തനബിയെ കുറിച്ച് പറഞ്ഞില്ലേ? അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലല്ലേ? അല്ലാഹുവിന്റെ റസൂലിന് ചിലപ്പോഴൊക്കെ നിഴലുണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞില്ലേ? എത്ര ഗൗരവമാണത്! അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു കള്ളമുടി വന്ന് ആ മുടിക്ക് നിഴലുണ്ടായതിന്റെ പേരിൽ റസൂലുള്ളാഹിക്കും ചിലപ്പോൾ നിഴലുണ്ടാവാറുണ്ടെന്ന് പറയാ. മറ്റൊരാൾ പറഞ്ഞതെന്താ? റസൂലുള്ളാഹിന്റെ ഖുർആൻ അല്ലാത്ത എല്ലാ മൗജിദത്തും അതൊക്കെ മുത്തനബിയുടെ വഫാത്തോടുകൂടെ മുറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച ഒരു മുടിയുടെ പേരിൽ ഒരു മുടിയെ ന്യായീകരിക്കാൻ റസൂലുള്ളാഹിക്കെതിരെ പ്രവാചകൻ നിന്ന് നടത്തിയ, മുത്തനബിയിൽ നിന്ന് ബഹുദൂരം അറിയാതെ അറിഞ്ഞ് എന്ന് പറയുന്നില്ല, തന്റെ നേതാവിന് വേണ്ടി, ഈ കള്ളമുടിക്ക് വേണ്ടി മുത്തനബിയിൽ നിന്ന് ഒരുപാട് അകന്നുപോയ അല്ലാഹുവിന്റെ റസൂലിനെ പ്രവാചകൻ നിന്ന് നടത്തിയ ഈ വിഭാഗം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ തയ്യാറാവണം. ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഗത്ഭരായ നേതാക്കൾ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം, നാം ഏവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് സഅദി വളാഞ്ചേരി, അലവി ദാരിമി കുഴിമണ്ണ, അവരുടെയൊക്കെ പ്രൗഢഗംഭീരമായ പരിപാടി ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സദസ്സിൽ ആരംഭിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ നാമത്താൽ ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.